ഗ്രാറ്റിഫൈ എന്ന് പറഞ്ഞാൽ തൃപ്തിപ്പെടുത്തുക. പലപ്പോഴും നമ്മൾ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതിന് സാറ്റിസ്ഫാക്ഷൻ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അത് സാധാരണ എല്ലാ ആൾക്കാരും ഗ്രാറ്റിഫൈ എന്ന് പറഞ്ഞ ഒരു വാക്ക് അവിടെയുണ്ട്. അപ്പോൾ പണ്ടൊക്കെ ഞാനിങ്ങനെ എഴുതുന്ന സമയത്ത് വിചാരിക്കുമായിരുന്നു മലയാളത്തിലുള്ള അതേ വാക്കുകൾ ഇതിലില്ല, ഇംഗ്ലീഷിലില്ല. അപ്പോൾ ആ സിറ്റുവേഷൻ എങ്ങനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യും എന്നൊക്കെ വിചാരിക്കാറുണ്ട്. പിന്നെ ഒരിക്കൽ ഡിക്ഷണറി കൂടെ പോയപ്പോഴാണ് വായിച്ച് പോയപ്പോഴാണ് മനസ്സിലാവുന്നത് നമുക്കുള്ള എല്ലാ എക്സ്പ്രഷൻസും അവരുടെ വേർഡ്സ് ഉണ്ട്, നമുക്കറിയില്ല. അപ്പോൾ വേർഡ്സ് നമ്മൾ പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേർഡ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ പാറ്റേൺ നിങ്ങളുടെ കയ്യിൽ ഈ ഗ്രാമാറ്റിക്കൽ പാറ്റേൺസ് നമ്മൾ തരുന്നതുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് പറയാം. അപ്പോൾ ദി ഗ്രാറ്റിഫൈ ദ പീപ്പിൾ, ദി ഗ്രാറ്റിഫൈ ദ യങ്സ്റ്റേഴ്സ്, ദി ഗ്രാറ്റിഫൈ ദ സ്റ്റുഡൻസ്. ഇത് സ്റ്റുഡൻസ് തൃപ്തിപ്പെടുത്തുന്നു. ക്യാൻ ബി ഡിവൈഡഡ് എന്ന് വെച്ചാൽ എന്താണ്? വിഭജിക്കാം. ക്യാൻ ബി ഡൺ, ചെയ്യാം. അങ്ങനത്തെ ഉള്ള സന്ദർഭത്തിലാണ് ക്യാൻ ബി പ്ലസ് V3 ആണ് ഉപയോഗിക്കേണ്ടത്. ഇനി ഈഗോ എന്ന് പറയുന്നതിന് പകരം ഷീ ഹാസ് എ സൂപ്പർ ഈഗോ, ഷീ ഈസ് എ സൂപ്പർ ഈഗോ ടൈപ്പ്. അപ്പോൾ സൂപ്പർ ഈഗോ അതിന് പുതിയ വേർഡ്സ് വരണം. സോഷ്യലി അൺആക്സെപ്റ്റബിൾ ബിലീഫ്സ്, സോഷ്യലി അൺആക്സെപ്റ്റബിൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പലതരം ബിലീഫുകളുണ്ട്. അപ്പോൾ ദേ ആർ സോഷ്യലി അൺആക്സെപ്റ്റബിൾ ബിലീഫ്സ്. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രേരണ അല്ലെങ്കിൽ ഒരു പ്രചോദനം കൊടുക്കുക. ദർ ആർ മെനി ഇമ്പൾസസ് ടു ഡു സംതിങ് ഇൻ either way or other way എന്ന് ചെയ്യാൻ പ്രചോദനം ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഇനി പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാകൃതമായത്. ദിസ് ഇസ് എ പ്രിമിറ്റീവ് വർക്ക്. ഇതൊരു പ്രാകൃതമായ ജോലിയാണ്. പ്രിമിറ്റീവ് സ്റ്റൈൽ. അപ്പോൾ ഹീ ഈസ് എ പ്രിമിറ്റീവ് പേഴ്സൺ. എന്താണ്? പ്രാകൃതമായ മനുഷ്യൻ. ജസ്റ്റ് നോട്ട് കോൺസെപ്റ്റ്. നിങ്ങളൊരു ദേ ആർ നോട്ട് ബെസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ദേ ആർ ബെസ്റ്റ് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നതിന് നമുക്ക് വേറെ പറയാവുന്നതാണ് ദേ ആർ ജസ്റ്റ് കോൺസെപ്റ്റ്സ്. അതൊരു കോൺസെപ്റ്റുകൾ മാത്രമാണ്. ഡ്രൈവിംഗ് ഫോഴ്സസ്, ചാലകശക്തികൾ. വാട്ട് ഈസ് ദ ഡ്രൈവിംഗ് ഫോഴ്സ് ബിഹൈൻഡ് യുവർ ലൈഫ്? നിങ്ങളുടെ ജീവിതത്തിൻ്റെ പിന്നിൽ എന്ത് ഡ്രൈവിംഗ് ഫോഴ്സാണ് നിങ്ങളെ മുന്നോട്ട് പോകാനായിട്ട് തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ? അതാണ് ഡ്രൈവിംഗ് ഫോഴ്സസ് എന്ന് പറയും. ഇനി ലൈഫ് ഫോഴ്സ് ഉണ്ട്. ഓക്കെ. ഇനി ഇൻസ്റ്റിക്റ്റ്. ലൈഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഗതി നിർണ്ണയിക്കുന്ന അതിനുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ് ലൈഫ് ഫോഴ്സ്. ഇൻസ്റ്റിക്റ്റ് അതായത് നമ്മളുടെ സ്വയമേ ഉള്ളത്, ജനിക്കുമ്പോഴേ ഉള്ള കാര്യങ്ങളെയാണ് ഇൻസ്റ്റിങ്ക്റ്റ്. അവോയ്ഡൻസ് ഒഴിവാക്കലിനെയാണ്. പിന്നെ നമ്മൾ പറയാറുണ്ട് ഞങ്ങൾക്ക് കോൺഫിഡൻ്റ് ഇല്ല, അങ്ങനെ. അവിടെയാണ് നമ്മൾ ആർട്ട് ഓഫ് വൊക്കാബുലറി പഠിക്കേണ്ടത്. ഞാൻ പല ഇൻ്റർവ്യൂവിലും പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് കോൺഫിഡൻ്റ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, എനിക്ക് കോൺഫിഡൻസ് ഇല്ല എന്നാൽ ഞാൻ കോൺഫിഡൻസ് അല്ല എന്നല്ല പറയേണ്ടത്. ഞാൻ വെച്ചിട്ട് പറയുമ്പോൾ ഞാൻ കോൺഫിഡൻ്റ് അല്ല, എനിക്ക് കോൺഫിഡൻസ് ഇല്ല എന്നാണ് പറയേണ്ടത്. ഞാൻ കോൺഫിഡൻ്റ് അല്ല എന്നാണ് പറയേണ്ടത്. അപ്പോൾ അതിൽ വെർബും നൗണും ഒക്കെ വയ്ക്കുമ്പോഴുള്ള മാറ്റങ്ങളുണ്ട്. ചില സമയത്ത് നൗണാണ് ഉപയോഗിക്കേണ്ടത്, ചില സമയത്ത് നമ്മൾ വെർബാണ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് പിന്നീട് നമുക്ക് പഠിക്കാം. അപ്പോൾ ഒരു പൊതുവായിട്ട് കാണുന്ന തെറ്റാണ് എനിക്ക് കോൺഫിഡൻ്റ് ഇല്ല. എനിക്കെന്നല്ല, അത് തെറ്റാണ്. എനിക്ക് കോൺഫിഡൻസ് ഇല്ല, ഞാൻ കോൺഫിഡൻറ്റ് അല്ല. ഓക്കെ, അതിൻ്റെ ഒരു കാര്യം മനസ്സിലാക്കുക. അടുത്തത് അവോയ്ഡൻസ് എന്ന് പറഞ്ഞാൽ അതുപോലെയാണ്. അവോയ്ഡ് ചെയ്യരുത്. അവോയ്ഡൻസ്, ഡോണ്ട് ഡു ദ അവോയ്ഡൻസ് ടു ദ പീപ്പിൾ. അപ്പോൾ അവോയ്ഡൻസ് ഒഴിവാക്കുന്നതിനെയാണ് പറയുക. ടെൻ ടു ബിക്കം മോർ ഇമ്പൾസീവ്, അവർ കൂടുതൽ പ്രചോദിതരാവാൻ സാധ്യതയുണ്ട്. ടെൻ ടു ബിക്കം. ഡ്രൈവിങ് അസ് ടുവേർഡ്സ്, ഇതാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്, ടുവേർഡ്സ് ലൈഫിലേക്ക് മുന്നോട്ട് നടത്തുന്നത്. മൈ ചിൽഡ്രൻ ആർ ഡ്രൈവിംഗ് ഫോഴ്സസ് ടു മൈ ലൈഫ്. ചിൽഡ്രൻ ഡ്രൈവിംഗ് അസ് ടുവേർഡ്സ് ടു ദ ലൈഫ്. സച്ച് പീപ്പിൾ, അത്തരം മനുഷ്യർ എന്ന് പറയുമ്പോൾ സച്ച് പീപ്പിൾ പറയാം. ഇറസ്പെക്റ്റീവ് ടൈം, സമയത്തെ പരിഗണിക്കാതെ, സമയത്തെ പരിഗണിക്കാതെ ഇറസ്പെക്റ്റീവ് ഓഫ് ടൈം.
ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ, പരിഗണിക്കാതെ തന്നെ, ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ റൈറ്റ് ഓർ റോങ് വി വിൽ കൺസിഡർ ദിസ് മാറ്റർ. ഇരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കാതെ തന്നെ നമ്മൾ ഏറ്റവും ഒരു തീരുമാനം എടുക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും വാക്കുകൾ, നമ്മൾ ചെയ്യുന്ന വാക്കുകൾ, വാട്ട് ഓഫ് വൊക്കാബുലറി പഠിക്കണം. ഇപ്പോൾ നമ്മൾ പറഞ്ഞതെല്ലാം മനസ്സിലുണ്ടാവണം. ഓക്കെ, എന്നിട്ട് വേണം നിങ്ങൾ അത് നമ്മൾ എഴുതിക്കോട്ടെ, ഡിക്ഷണറി കൂടെ പോകുമ്പോഴാണ് ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ എല്ലാ വിചാരങ്ങൾക്കും ഇംഗ്ലീഷിൽ വേർഡ്സ് ഉണ്ട്. കാരണം അതേ കാര്യങ്ങൾ ഇംഗ്ലീഷുകാരും ചെയ്യുന്നുണ്ട്. വേർഡ്സ് ഉണ്ട്, നമ്മളത് ഡിക്ഷണറി വഴി നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ കഴിവ്. താങ്ക് യു.